ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജാസി വീട്ടിൽ മീൻ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനിവിടെ 3 അയില എടുത്തിട്ടുണ്ട്. ഒരു മൺകല അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ മീനിട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില, 2 കുടംപുളി, ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീൻ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളമൊഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ചെറിയൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളകും അരമുറി തേങ്ങ ചിരകതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ച് എടുക്കണം. ഇപ്പോൾ ഇത് ചാറൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇത് മുള്ളെല്ലാം നീക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഇതൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കണം. ഇതൊരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചിക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അയിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി സ്പൈസി ആകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ഐറ്റം മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.